ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് എന്താടാ ശുക്ലം. തൻ്റെ പൂഞ്ഞാറ്റിലെ വർത്താനല്ല ഇവിടെ ആരും ചോദിച്ചത്. തൻ്റെ പൂഞ്ഞാറ്റിൽ താൻ എന്തോ പണ്ടെന്നോ ഏതോ ഒരു ശുക്ലത്തിൽ നിന്നുണ്ടായെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ഒന്ന് കുണയ്ക്കാൻ നിൽക്കരുത്. സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ നമ്പ്യാരെ? തീർച്ചയായും ഈ PC ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ ശ്രമിക്കുന്ന ആളാ PC ജോർജ്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ താൻ ആരാ? രാജ്യത്ത് മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി പറയുന്നത്. എന്താണ് ജോർജ്? പണ്ട് വീട്ടിലേതോ തുള്ളിത്തെറിച്ച് കണ്ടവന്റെ തുള്ളിത്തെറിച്ച് ശുക്ലത്തുനിന്ന് താനുണ്ടായിന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ദേഷ്യം തീർക്കേണ്ടത് ചാനലിൽ ഇരുന്നിട്ടാണോ? തള്ളനോട് ചോദിച്ചു നോക്ക്, ഓർമ്മ ഉണ്ടെങ്കിൽ ആരതായിരുന്നു എന്നുള്ളത്. ഇനി തുള്ളിത്തെറിച്ചുണ്ടായതാണെങ്കിൽ ഓർമ്മ കാണാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പം പിന്നെ അതിൻ്റെ തന്തല്ലായ്മ താൻ എവിടെയും കയറി പറയും എന്നുള്ളതും സത്യമാണ്. പിന്നെ താനൊക്കെ ഇപ്പോൾ തൂറാറ് തന്നെയല്ലേ? അതോ രാവിലെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് തൂറി തിന്നാറാണോ ചെയ്യാറ്? എന്താണെങ്കിലും താനൊരു വാണമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കണ്ടവനുണ്ടായ വാണത്തു നിന്നാണ് താൻ ഉണ്ടായത് എന്നുള്ളത് തൻ്റെ ഇന്നത്തെ ഒരു വർത്തമാനത്തിന് മനസ്സിലായി. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. നമ്മൾ കേട്ടു തുടങ്ങിയല്ലോ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അതായത് ഈ പറഞ്ഞ പരനാറി, ഈ പറഞ്ഞ ജന്തു, നമ്മുടെ PC ജോർജ് എന്ന് പറയപ്പെടുന്ന ആ ഒരു വാണം ഇന്ന് ജനൻ TV ഇരുന്ന് സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. രാജ്യത്തെ മുസ്ലിങ്ങൾ മൊത്തം രാജ്യത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി ഇവിടെ രാജ്യം മതരാജ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും സകലമാന മുസ്ലിങ്ങളും വർഗീയവാദികളും തീവ്രവാദികളുമാണ്. ഇവന്മാരെല്ലാം കൂടെ ഓടിച്ചിട്ട് പാകിസ്ഥാനിലോട്ട് പറഞ്ഞേക്കണം. താനൊക്കെ എന്തിനിവിടെ നിൽക്കട ഊളകളെ, തങ്ങൾക്ക് പോയിക്കൂടെ എന്നാണ് ഇതിൻ്റെ ബാക്കി വരുന്ന പാർട്ടിൽ നമ്മുടെ വാണം ജോർജ് പറഞ്ഞത്. അപ്പോൾ വാണം ജോർജിന് കുറ്റം പറയാൻ പറ്റില്ല. പണ്ട് വീട്ടിൽ പലവന്മാർ കയറി ശുക്ലം തളിച്ചപ്പം അതിലേതോ ഒരു ശുക്ലത്തിലാണ് ഈ വൃത്തികെട്ടവൻ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എൻ്റെ വർത്തമാനത്തിൽ നിന്നും ഇത്രയും കാലത്ത് അവൻ്റെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് അതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഒരു തന്തല്ലാത്ത, അതും പല തന്തക്ക് പിറന്നേ, തന്തൻ എപ്പോഴും അറിയാണ്ട് തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നോർമൽ, ഒരു സാധാരണ ഒരു ജീവിയുടെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ദേഷ്യം മാത്രമാണ് നമ്മുടെ ഈ ശുക്ലം ഇന്ന് ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞത്. അതിനെ കൈയടിക്കാൻ നമ്പ്യാരെന്ന് പറഞ്ഞ മറ്റൊരു മരവാണവും പ്രത്തിരിപ്പുണ്ട്. അതുപോട്ടെ. അപ്പോൾ ഇതിൻ്റെ മൊത്തം വേർഡിങ്സ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കേട്ട് കഴിഞ്ഞാൽ ഈ ചെറ്റയുടെ മുഖത്തുനിന്ന് മാത്രമല്ല, ഈ ചെറ്റയുടെ ശരീരത്തിൽ ഒരു ഭാഗത്തുനിന്നും ആരും കൈയെടുക്കില്ല. അമ്മാതിരി ചെറ്റത്തരമാണ് ഈ മരവാഴ എന്ന് സംസാരിച്ചത്. ഞാൻ ഇത്രയും മോശത്തിൽ സംസാരിക്കുക എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഇവൻ്റെ വായിൽ നിന്ന് വന്ന ശുക്ലം അത്രയും വൃത്തികെട്ടതായിരുന്നു. ഇവൻ ഇന്ന് കൊണച്ചിട്ടുള്ള ഓരോ കൊണകളും ഇവനും ഇവൻ്റെ തന്ത പറയാൻ പറ്റില്ല, തന്ത ഇല്ലല്ലോ അല്ലേ? അപ്പം ഇനി തന്തനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം, നീ ഒന്ന് ശ്രമിച്ച് നോക്കണം. ഒരു തന്തന ഉണ്ടാക്കാനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറ്റും. നീ ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ നമുക്കൊരു തന്തന നിനക്ക് ഒപ്പിച്ചു തരാം. അതോടുകൂടി നിൻ്റെ ഈ തളപ്പ് ഇങ്ങോട്ട് നിറക്കുമെങ്കിലേ ഒരു തന്തനൊക്കെ നമുക്ക് ഒപ്പിക്കാം. നീ ടെൻഷൻ അടിക്കല്ലേ. എന്താണെങ്കിലും ഇവൻ പറഞ്ഞ ഈ ശുക്ലത്തിൻ്റെ വായിൽ നിന്ന് ഇവിടെ ബാക്കി കാര്യങ്ങളൊന്ന് കേട്ടോക്കെ. എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ലെന്ന് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PC പറയുന്നത്
നിങ്ങളെപ്പോലെ വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? എന്താടാ ശുക്ലം? തൻ്റെ പൂഞ്ഞാറ്റിലെ വർത്താനല്ല ഇവിടെ ആരും ചോദിച്ചത്. തൻ്റെ പൂഞ്ഞാറ്റിൽ താൻ എന്തോ പണ്ടെന്നോ ഏതോ ഒരു ശുക്ലത്തിൽ നിന്നുണ്ടായെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ഒന്ന് കുണയ്ക്കാൻ നിൽക്കരുത്. ഈ രാജ്യത്തിന്, അതായത് ഈ കേരളത്തിന് എവിടെയാണ് മുസ്ലിങ്ങൾ കൊള്ളയടിച്ചിട്ടുള്ളത്? എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഈ മുസ്ലിങ്ങൾ എവിടെയാണ് ഈ കേരളത്തിൽ ഇരുന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളവനൊക്കെ തല്ലാനും കൊല്ലാനും തല കൊയ്യാനും നിന്നതെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ശുക്ലം, നീ പറ. താൻ വെറും വാണമാവല്ലേ, വെറും വാണത്തിനുണ്ടായ ചെറ്റയാവല്ലേ, അങ്ങനെ സംസാരിക്കല്ലേ താനീ സംസാരിക്കുന്നത് ഈ കേരളത്തിലിരുന്നിട്ടാ. ഈ പറഞ്ഞ മുസ്ലിങ്ങളെല്ലാം ഇത് കേൾക്കുന്നുണ്ട്, മുസ്ലിങ്ങളും സാധാരണ മനുഷ്യരും എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. താൻ വെറും ശുക്ലവർത്താനം പറയല്ലേ ഇങ്ങനെ ചാനലിരുന്നിട്ട്. പിന്നെ ജനം ചാനലായതുകൊണ്ട് എന്ത് മലത്തിനെയും പിടിച്ച് ഇരുത്തും എന്നുള്ളതും തൂറ്റിക്കും എന്നുള്ളതും ആ തീട്ടം കോരി തിന്നും എന്നുള്ളതും വേറെ സത്യം. ബാക്കിയോടെ പറ, നിന്റെ ബാക്കി ചിലയും കൂടെ ഒന്ന് കേൾക്കട്ടെ. മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപഠിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. നീ യേശുവിനൊക്കെ അവിടെ നിർത്ത്. താൻ കണ്ട കാക്കാനോ അതല്ലെങ്കിൽ കണ്ട ഏതോ നായരക്കോ ഉണ്ടായിട്ടുള്ളതാണ് നീ എന്നുള്ളത് നിനക്ക് ഇനി മനസ്സിലായിട്ടില്ലേ? കണ്ടവർ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങിയതുകൊണ്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നീ. കണ്ടവൻ വെറുതെ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടിൽ കയറി വിട്ട വാണത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു മരവാണം മാത്രമാണ് നീ. അങ്ങനെ ഒരുപാടങ്ങ് നീ ക്രിസ്ത്യാനിയൊന്നും ചമയല്ലേ കേട്ടാ. ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത്രയും കാലം ജീവിച്ചത്. കേരളത്തിൽ നീയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. നീയൊക്കെ മാസത്തിന് നിന്റെ ആ മറ്റേ വൃത്തികെട്ട കുമ്പ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ട പാർട്ടികളിലെല്ലാം കയറി നിറങ്ങി കണ്ടവൻ്റെ ഷൂസും ആസനവും വണ്ടി വരെ നക്കിയിട്ടാണ് നീ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആ നക്കിയ പാരമ്പര്യവും പരിചയവും തനിക്കുള്ളത് കൊണ്ടാണ് നീ ഈ ചാനലിൽ വന്ന് ഇത്ര സംസാരിക്കുന്നതും. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നീ ഒരുപാടങ്ങ് ക്രിസ്ത്യാനി ആവല്ലോ കേട്ടോ. ക്രിസ്ത്യാനികളെ പറയിപ്പിക്കരുത്, ചെറ്റയാവരുത്, പരച്ചെറ്റയാവരുത് നീ. ബാക്കി പറ. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ എന്ന് കൈയടിക്കുക. തറാൻ പറഞ്ഞവന്മാര്. അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത് അല്ല, കുളിച്ചു കർച്ചകളൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. എന്നെ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ, അതുകൊണ്ട് പറയുക. നീയൊക്കെ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ. എളുപ്പമുണ്ടല്ലോ. എന്തിനു പോയി കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്ന് ചെറ്റെ, ഈ നാട്ടിൽ എവിടെയാ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഈ കേരളത്തിൽ ഉപദ്രവിക്കുന്നത്? നിന്റെ പരച്ചെറ്റ പാർട്ടിയായിട്ടുള്ള സംഘപരിവാർ പാർട്ടി ഈ കേരളം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ, ഈ ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൊന്നൊടുക്കുന്നത് മരവാഴയെ നീ കാണുന്നില്ലേ ചെറ്റെ? ചെറ്റെ നിന്നോടും ചോദിച്ചു നോക്കട്ടെ. അവിടെ നടക്കുന്ന ബീഫിൻ്റെ പേരിലും പലതിൻ്റെ പേരിലും നടക്കുന്ന കൊലപാതകവും പള്ളിയിലെ കരോള് മുക്കിയിട്ട് അവിടെ കൊണ്ട് ഭജന പാടിയിട്ടുള്ളതും ചെറ്റെ നീ കാണുന്നില്ലേ? നിന്റെ ചെറ്റത്തരവും മൂളത്തരവും നീ ഒരു ശുക്ലമായതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതൊന്നും നീ കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നീ കാണുന്നില്ല. എന്നിട്ട് നീ ഇവിടെ ഇത് പറയാണ് കേരളത്തിലെ മുസ്ലിങ്ങളോട് ഓടിക്കോളാൻ പാകിസ്ഥാനിലോട്ട്. ഊളകൾ അല്ലേ? ഇവിടുത്തെ ഈ ക്രിസ്ത്യാനിൻ്റെയും ഹിന്ദുവിൻ്റെയും സമാധാനം കളയുന്ന തീവ്രവാദികൾ മുസ്ലിങ്ങൾ അല്ലേ? എന്താണെങ്കിലും നിനക്കൊരു തന്തരം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്യണം. ഞാൻ ഈ കാണുന്ന ആൾക്കാരോടൊക്കെ പറയാണ്, ഈ പറഞ്ഞ PC ജോർജിന് ഒരു തന്തനെ കണ്ടുപിടിക്കണം. തന്ത ഇല്ലാത്തതിൻ്റെ വിഷമം അവൻ പല രീതിയിലും പല ചാനലിലും കയറി ഇന്ന് ചലയ്ക്കുന്നുണ്ട്. അപ്പം അവൻ എത്രയും പെട്ടെന്ന് ഒരു തന്തനെ കണ്ടെടുത്തോ. അങ്ങനെ തന്തനെ കിട്ടിയാലെങ്കിലും അവൻ്റെ ദേഷ്യം കുറേയൊക്കെ അടങ്ങുമായിരിക്കും. ഇനി അതല്ല താല്പര്യം, സ്വയം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം കേട്ടോ. അവൻ്റെ തന്ത നിങ്ങൾക്ക് താല്പര്യമുള്ള മുന്നോട്ട് വരിക. അപ്പോൾ ഈ വക വാണങ്ങൾ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം ഈ നാട്ടിലെ സമാധാനം ഈ ചെറ്റ തകർക്കും. ഈ ചെറ്റക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ ചെറ്റ ചെയ്യുകയും ചെയ്യും. ഈ നാട്ടിലെ ആൾക്കാരുടെ സമാധാനം ഈ ചെറ്റ തകർക്കുകയും ചെയ്യും. ഇവനും ഇവൻ്റെ മോനും കണക്കാം.
അതായത് ഇവൻ്റെ മോനും കണ്ട തന്തൊക്കെ ഉണ്ടായതായിരിക്കും, ഇവനുണ്ടായതായിരിക്കും ഒരു ചാൻസും ഇല്ല. ഇവൻ്റെ വീട്ടിലും പണ്ടാരോ കയറി പലരും കയറി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവൻ്റെ മകൻ അടക്കണ്ടായത്. അപ്പം ഈ വക നാണം കെട്ട ശുക്ലവർഗ്ഗങ്ങളെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തിക്കൂടാ. പൂഞ്ഞാറ്റിൽ ഇവൻ്റെ പൂഞ്ഞാറ്റിൽ ഇവനെ ഇറങ്ങി അങ്ങോട്ട് നാറ് നടാൻ വരുമ്പം അവിടുത്തെ ആൾക്കാർ വേണ്ട രീതിയിൽ ഇവനെ അങ്ങ് കണ്ടൂല. കാരണം സത്യമാണ്, ഈ വക മലങ്ങളെ തൊട്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊന്നും കിട്ടൂല. എന്നാലും ഇങ്ങനെ ഇരുന്ന് ഈ ഊളത്തരം പറയുമ്പം അതിന് കൈയടിക്കാൻ 100 പേരുണ്ട്. ഈ ചാനൽ ചർച്ചയുടെ താഴത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മലങ്ങളുണ്ട്. ഈ മലങ്ങളെല്ലാം കൂടെ തൂറെ നിറച്ച് കേരളം നാറ്റിക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഈ പറയേണ്ടി വരുന്നത്. എന്താണെങ്കിലും പൂഞ്ഞാറ്റിലെ PC ജോർജ് വെറും ശുക്ലമായി മാറിയ താൻ എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടി വല്ല പാണ്ടി ലോറിക്കോ അല്ലെങ്കിൽ വല്ല വൃത്തികെട്ട എയ്ഡ്സോ വല്ല രോഗമോ വന്നിട്ട് ചാവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ അതിലേതെങ്കിലും ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കട്ടെ, അവസാനം വെള്ളം കിട്ടാണ്ട് ചാവട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി ഇവനെവിടെ റോട്ടിലിടെ വീണ് കിടന്നാൽ തന്നെ പ്ലീസ് ഇവൻ്റെ മലങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മൂത്രം ഒഴിച്ചു കൊടുത്തോ തൂറി കൊടുത്തോ ആയാലും, പക്ഷെ വെള്ളം കൊടുക്കരുത് പ്ലീസ്.